എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ഹിസ്റ്ററി ചാപ്റ്റർ 3 ദ ഹാരപ്പൻ സിവിലൈസേഷൻ, ഈ ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം തന്നെ ഇരിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മിസ് ക്ലാസ് എടുത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ടും ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം അല്ലേ. ആദ്യം തന്നെ എന്താണ് സിന്ധു നദീതട സംസ്കാരം എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. എന്താണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് സിന്ധു നദീതടങ്ങളിൽ BC 3300 മുതൽ BC 1500 വരെ നിലവിലുണ്ടായിരുന്ന ഒരു വെങ്കലയുഗ സംസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി സിന്ധു നദീതടങ്ങളിൽ BC 3300 മുതൽ BC 1500 വരെ നിലവിലുണ്ടായിരുന്ന ഒരു വെങ്കലയുഗ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാചീന ഈജിപ്ത്, മെസോപ്പൊട്ടാമിയ എന്നിവയോടൊപ്പം തന്നെ വടക്കേ ആഫ്രിക്ക, പശ്ചിമേഷ്യ, ദക്ഷിണേഷ്യ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ആവിർഭവിച്ച 3 ആദ്യകാല സംസ്കാരങ്ങളിൽ ഒന്നാണ് ഏത്? നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടാതെ നമ്മുടെ വിസ്തൃതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവ മൂന്നിലും വെച്ച് ഏറ്റവും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ച് കിടന്നിരുന്ന നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് വടക്ക് അഫ്ഗാനിസ്ഥാൻ നിന്ന് തുടങ്ങി പാകിസ്ഥാന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലുമായിട്ടാണ് ഇത് വ്യാപിച്ചു കിടന്നത്. ക്ലിയർ ആയല്ലോ? ഈ ഒരു സംസ്കാരം അതിൻ്റെ ഉന്നത പദവിയിലെത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BC 26 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ആദ്യകാല സംസ്കാരങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നശിക്കാനിടയായത് എന്നുള്ള രീതിയിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇന്നും നമുക്കതിൻ്റെ ഒരു ആൻസർ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതായത് ഇന്നും നമ്മുടെ ചരിത്രകാരന്മാർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ജനവാസ കേന്ദ്രങ്ങൾ നശിക്കാനിടയായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്നും ഇതിനൊരു ആൻസർ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. 1922-23 കാലയളവിൽ ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനങ്ങളെ തുടർന്നാണ് ഈ ഒരു സംസ്കാരത്തെക്കുറിച്ച് ലോകം അറിയുന്നത് തന്നെ. അതുകൂടാതെ നമ്മുടെ ലോകത്തിലുണ്ടായിട്ടുള്ള മറ്റ് പ്രാചീന സംസ്കാരങ്ങളെ പോലെ തന്നെ ഇതും എവിടെയാണ് ഉടലെടുത്തത്? നദീതടങ്ങളിലാണല്ലേ. കൂടാതെ നമ്മുടെ ഇന്നത്തെ പാകിസ്ഥാനിലെ ഹരപ്പ എന്ന നഗരത്തിൽ നിന്നാണ് ഇതിൻ്റെ ആദ്യത്തെ തെളിവുകളൊക്കെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അല്ലെങ്കിൽ ഈ ഒരു കേന്ദ്രത്തെ കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനെ നമ്മൾ മറ്റൊരു പേരിലും കൂടെ വിളിക്കുന്നുണ്ട്. എന്താണ്? സിന്ധു സരസ്വതി നദീതട സംസ്കാരം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് നിങ്ങളൊന്ന് മൊത്തത്തിലൊരു സമ്മറി ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്ത് നിങ്ങളിനി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹാരപ്പൻ പീരീഡ് അല്ലെങ്കിൽ ഹാരപ്പൻ നാഗരികതയെ നമുക്ക് അതിൻ്റെ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് 3 ഘട്ടമായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തതാണ് ഏർലി ഹാരപ്പൻ ഫേസ്, രണ്ടാമത്തത് മെച്വർ ഹാരപ്പൻ ഫേസ്, മൂന്നാമത്തത് ലേറ്റ് ഹാരപ്പൻ ഫേസ്. ഈ ഏർലി ഹാരപ്പൻ ഫേസ് എന്ന് പറയുന്നത് 3500 BC മുതൽ 2600 BC വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. അതിൽ നമുക്ക് എന്തൊക്കെ കാര്യമാണ്? ടൗൺ പ്ലാനിങ്, അതോടൊപ്പം തന്നെ ഏത് ഫോമിലുള്ളതാണ്? മഡ് സ്ട്രക്ചേഴ്സ്, എലമെൻ്ററി ട്രേഡ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് അല്ലേ. അതായത് ഈ ഒരു ചെളി ബേസ് ചെയ്തിട്ടുള്ള വീടുകൾ, അതോടൊപ്പം തന്നെ വ്യാപാരങ്ങൾ, കലകൾ, കരകൗശല വസ്തുക്കൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ടൗൺ പ്ലാനിങ് ആയിരുന്നു ഏർലി ഹാരപ്പൻ ഫേസിൽ ഉൾപ്പെടുന്നത്. അതിനുശേഷം മെച്യൂർ ഹാരപ്പൻ ഫേസ് എന്ന് പറയുന്നത് 2600 BC മുതൽ 1900 BC വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. അതിൽ നമ്മുടെ ബേൺ ബ്രിക്ക് സ്ട്രക്ചേഴ്സും അതോടൊപ്പം തന്നെ ഇൻലാൻഡ് ആൻഡ് ഫോറിൻ ട്രേഡ് ഇങ്ങനെയുള്ള
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടൈമിൽ ഉൾപ്പെട്ടിരുന്നത്. അതായത് മെച്യൂർ ഹാരപ്പൻ ഫേസിനകത്ത് ഈ ഒരു ബേൺ ബ്രിക്സ്, അതായത് ഇഷ്ടിക ഇല്ലേ, കരിഞ്ഞ ഇഷ്ടികകൾ വെച്ചിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ വിദേശ വ്യാപാരങ്ങൾ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളൊരു ടൗൺ പ്ലാനിങ് സിസ്റ്റമായിരുന്നു മെച്യൂർ ഹാരപ്പൻ ഫേസിനകത്ത് കേട്ടോ. ഇനി അടുത്താണ് ലേറ്റ് ഹാരപ്പൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റ് ഹാരപ്പൻ ഫേസ് എന്ന് പറയുമ്പോൾ 1900 BC മുതൽ 1400 BC വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഒരു അവസാന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പല നഗരങ്ങളും എങ്ങനെയാണ് ഉപേക്ഷിക്കപ്പെട്ടു പോയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വ്യാപാരങ്ങളൊക്കെ ഇല്ലായ്മയായത്, അങ്ങനെ പല പ്രശ്നങ്ങളും, അതായത് നമ്മുടെ അധപതനത്തിൻ്റെ ഒരു കാലമായിരുന്നു. അതായത് ഈ ഒരു ഹാരപ്പൻ ഫേസസ് അല്ലെങ്കിൽ ഹാരപ്പൻ നഗരങ്ങളുടെയൊക്കെ ഒരു അധപതനത്തിൻ്റെ ഫേസസ് ആണ് ലേറ്റ് ഹാരപ്പൻ ഫേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹാരപ്പൻ പീരീഡിനെ 3 ഘട്ടമായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക. ഏർലി ഹാരപ്പൻ ഫേസ്, മെച്യൂർ ഹാരപ്പൻ ഫേസ്, ദെൻ ലേറ്റ് ഹാരപ്പൻ ഫേസ് കേട്ടോ. അതിൻ്റെ ആ ഒരു കാലഘട്ടവും മനസ്സിലാക്കി വെക്കണേ. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജിയോഗ്രാഫിക്കൽ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. അതായത് ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ ഏതെല്ലാം ഏരിയയിലാണ് വ്യാപിച്ചു കിടന്നത്, ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നോക്കിയേ, മണ്ട ഇൻ ജമ്മു ആൻഡ് കാശ്മീർ, ഷോർത്തുഖായ് ഇൻ അഫ്ഗാനിസ്ഥാൻ, ഹാരപ്പ ഇൻ വെസ്റ്റേൺ പഞ്ചാബ്, ലോത്തൽ ആൻഡ് ധോളാവീര ഇൻ ഗുജറാത്ത്, കാളിബംഗൻ ഇൻ രാജസ്ഥാൻ, മോഹൻജിദാരോ ആൻഡ് ചുൻഗധാരോ ഇൻ സിന്ധ്, ബനാവാലി ആൻഡ് രാഖിഗർഹ് ഇൻ ഹരിയാന, ധൈമാബാദ് ഇൻ മഹാരാഷ്ട്ര, അലംഗർപൂർ ഇൻ വെസ്റ്റേൺ ഉത്തർപ്രദേശ്, സുത്ഖജന്ദർ ഓൺ മക്രാൻ കോസ്റ്റ്. ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ, കാരണം ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏരിയാസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോണം. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത് കേട്ടോ. അപ്പം ഇത് മറന്നു പോകരുത്. ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇത്തരം ഏരിയാസ്, അതായത് ഇപ്പം നമ്മൾ കവർ ചെയ്തിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു 3 സെക്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ 3 സെക്ഷനും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗം തന്നെയാണ്. ഇത്രയും തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ചാപ്റ്റർ എന്നുള്ളതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് കിട്ടിക്കോളും. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ടൗൺ പ്ലാനിങ് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം കൂടെ കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗമായിട്ട് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിർത്തുകയാണേ.